ഇന്റർവ്യൂസ് തരാത്തത് മനഃപൂർവ്വമാണ്. നമ്മൾ എപ്പോഴും ദാമ്പത്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എന്തിനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം നമ്മുടെ ദാമ്പത്യ ജീവിതം അവിടെ നിന്നുപോകും. എന്തോ ആ വഴക്ക് ഇങ്ങനെ ഒരു ദിവസം 2 ദിവസമായി ഒരാളുടെ വീഴ്ചകളെ, ബുദ്ധിമുട്ടുകളെ, വേദനയൊക്കെ ഇത്രയധികം ആസ്വദിക്കാനായിട്ട് മനുഷ്യർക്ക് പറ്റുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഏതോ ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടായി, ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. അവരൊക്കെ പറയുന്ന കേട്ട് ഞാൻ എന്തിനാ ഈ മനസ്സ് വിഷമിക്കുന്നത്. ഇപ്പം പ്രേക്ഷകരോട് എല്ലാവരോടും പറയണേ, ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ജീവിച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്നാ പിന്നെ ഡിവോഴ്സ് ആയി എന്നങ്ങ് പറ. ആ കൊറേ പേരോട് ഞാൻ അങ്ങനെ പറഞ്ഞു. ഒരു പ്രാവശ്യം ഞാൻ റിയാസിനെ ഇമിറ്റേറ്റ് ചെയ്തപ്പോ തന്നെ റിയാസിന് അത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ദിൽഷയുടെ പൊസിഷനിലേക്ക് ഞാൻ വന്നില്ലല്ലോ എന്ന് വെച്ചിട്ടല്ല ഞാൻ ആ നോക്കിയത്. ഞാൻ ഇവരോട് യാത്ര പറഞ്ഞില്ലല്ലോ, ഈ ചെടി ഞാൻ എടുത്തില്ല. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത്. ഉമാ വിളക്കാനൊക്കെ അതിന്റെ മേളിൽ കയറി അപ്പോഴും ഞാൻ വൈറലാവാൻ വേണ്ടി അതിന് എന്ത് കട്ടിക്കൂട്ടും. ഞാനായിരുന്നു ആ പ്ലാച്ചീനെ അടുപ്പ് വെച്ച് കത്തിച്ച്. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് നമ്മുടെ എന്താ പറയാ ചാനലിലെ ഏറ്റവും കൂടുതൽ ആൾക്കാര് എന്താണ് ഇയാളെ കൊണ്ടുവരാത്തത്, അല്ലെങ്കിൽ എന്താ ഞങ്ങൾക്ക് ഇന്റർവ്യൂ കാണാൻ കൊതി ആവണു എന്നൊക്കെ ഞങ്ങൾക്ക് സജഷൻ ആയിട്ടും മെസ്സേജ് ആയിട്ടും വരുന്ന ഒരു വ്യക്തിനെ തന്നെയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം കെന്ന ഷോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ഏവരെയും മലയാളികളുടെ സ്വന്തം, എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഒരു മലയാളി തനിമയൊക്കെ നമുക്ക് തോന്നും. ഒരു ആന ചന്തമൊക്കെയാണ്. നമ്മുടെ സ്വന്തം ലക്ഷ്മി ചേച്ചിയാണ് എന്റെ ഒപ്പം ഉള്ളത്. നമസ്കാരം ചേച്ചി. നമസ്കാരം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. എനിക്ക് ഇൻട്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടല്ലേ? ആൾക്കാരിങ്ങനെ കാണാൻ വേണ്ടി കാത്തിരുന്നില്ല. ഇങ്ങനെ കുറച്ച് മെസ്സേജ് ഒക്കെ ആയിട്ട് നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറിനോട് ചോദിക്കുന്നതാണ്, ചേച്ചി എവിടെയാണ്, ലൈക്ക് ഇപ്പം വൈസ് പ്രസിഡന്റ് സ്ഥാനവും കൂടെ അല്ലെ കരസ്ഥമാക്കിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും ചോദിക്കുമല്ലോ. ചിലവർ വിചാരിച്ചു അതിന്റെ തിരക്കിലാണോ, ഫിലിംസ് ഒക്കെ ഇനി കംപ്ലീറ്റ് വിടുവോ, ഇനി അമ്മേനെ നന്നാക്കുന്ന കൂട്ടത്തിലൊക്കെ. അയ്യോ അല്ലെ, ഓരോന്നിനും ഓരോ ഉത്തരമായിട്ട് പറഞ്ഞു പോവാ അല്ലെ. ഇന്റർവ്യൂസ് തരാത്തത് മനഃപൂർവ്വമാണ്. കാര്യം എന്ന് വെച്ചാല് എന്നെ ഇവിടുന്ന് തന്നെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കഴിഞ്ഞ് വന്നപ്പോ തൊട്ടിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ബിഗ് ബോസ് വന്നു കഴിഞ്ഞിട്ട് ആകെ 3 ചാനലിലാണ് ഇന്റർവ്യൂസ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം ഒരു ഇന്റർവ്യൂ കൊടുത്തു. ഇവര് തന്നെ ഇത്രയും വിളിക്കുമ്പോൾ എനിക്ക് ഇന്റർവ്യൂ തരാൻ മടി വേറെ ഒന്നും കൊണ്ടല്ല. ഈ ആൾക്കാർ നമ്മളെല്ലാരും ഇന്റർവ്യൂ തരുന്ന വെച്ചാൽ നമ്മളുടെ എന്താ പറയാ സൗഹൃദത്തിന്റെ പുറത്തും പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ, വിശേഷങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെയാണ്. പക്ഷെ ഈ ആൾക്കാർ ഇതിന്റെ അടിയിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമന്റ് എഴുതുമ്പോ ഞാൻ ആലോചിക്കുകയാണ്, നമ്മളുടെ സമയം ഇപ്പൊ തന്നെ എത്ര കഷ്ടപ്പെട്ടു ഞാൻ മേക്കപ്പ് ചെയ്ത് സാരി ഉടുത്ത് നിങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നു അല്ലേ. ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ ഇന്റർവ്യൂ തന്നിട്ട് എന്ത് കാര്യത്തിനാണ് ഈ ആൾക്കാരുടെ ചീത്തവിളി കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്റർവ്യൂ തരുന്നതെന്ന് ഓർത്ത് മനഃപൂർവ്വം എല്ലാ ഇന്റർവ്യൂസിനും വിട്ടു നിൽക്കുകയാണ് ചെയ്തത്. ഓക്കെ. പിന്നെ അമ്മ ഓൾറെഡി ഒരു നന്നായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു ഫേം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അതിലിനി ഞാനായിട്ട് ചെന്ന് ചീത്തയാക്കാതിരുന്നാ മതി. ഞാനായിട്ട് നന്നാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ എപ്പോഴും ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ടീമായിട്ട് ഓരോരോ വർക്ക്സും നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഹെഡ് എന്ന് പറയുന്നത് 1-2 ഡിവിഷന്റെ ഹെഡ് ഞാനാണ്. അപ്പം ആ ഒരു പെർട്ടിക്കുലർ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഞങ്ങൾ പോയാൽ മതി. ഏറ്റവും കൂടുതൽ ജോലി അവിടെ ഉള്ളത് എനിക്ക് തോന്നുന്നു സെക്രട്ടറിക്കും പിന്നെ എന്താ പറയാ ട്രഷറർക്കും പ്രസിഡന്റിനും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ജോലി. വലിയ കുഴപ്പമില്ല. ഈ ചേച്ചി ഇന്റർവ്യൂസിന്റെ അടി വന്ന കമന്റ്സ് ഒക്കെ വായിക്കും? ഇപ്പൊ ചേച്ചി വന്ന കമന്റ്സ് ഒക്കെ ഇങ്ങനെ വായിക്കും, എല്ലാം വായിക്കും. അതായത് വായിക്കും, നല്ലതായിട്ട് കമന്റ്സ് വായിക്കും. അതായത് നമ്മളെ ചിലപ്പം സെൽഫായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഡിപ്രഷനൊക്കെ അടിച്ച് വിഷമിച്ച് ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ
ബിഗ് ബോസിന്റെ കമന്റ്സ് ഒക്കെ പോയിട്ട് വായിക്കും. അപ്പൊ അതിനകത്ത് കുറെ എപ്പിസോഡ്സിൽ സത്യത്തിൽ റിവ്യൂസ് വായിച്ചാണ് ഞാൻ എന്റെ എപ്പിസോഡ്സ് ഒക്കെ എന്റെ സീസൺ കുറച്ചു നാൾ മുന്നേ ആണ് കാണുന്നത്. അപ്പൊ ആദ്യമൊക്കെ എനിക്ക് പേടിയായിട്ട് ഞാനിതൊന്നും നോക്കത്തില്ലായിരുന്നു. അപ്പൊ ബിഗ് ബോസിന്റെ കമന്റ്സ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് ഒരുപാട് കമന്റ്സ് ഉണ്ട്. അത് എനിക്കറിയാം ഏതൊക്കെ എപ്പിസോഡ്സിന്റെ അടിയിലാണ് അങ്ങനെ പോസിറ്റീവ് കമന്റ്സ് എന്നുള്ളത്. അപ്പൊ അത് എനിക്ക് അറിയാവുന്നുണ്ട്. ഞാൻ അത് സെർച്ച് ചെയ്തിട്ട് അതെടുത്ത് വായിച്ചിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യും. ചില കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ അത്രത്തോളം വിഷമവും നമുക്ക് തോന്നാറുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കും ഒരു മൊബൈൽ എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് അവനവന്റെ സ്വകാര്യതയാണ് അല്ലെ. അപ്പൊ ആ ഒരു സ്വകാര്യതയിൽ അവർക്ക് സ്വകാര്യമായിട്ടുള്ള ഒരു മുറിയിൽ ഇരുന്നിട്ട് എന്തെങ്കിലും കള്ളോ ഡ്രഗ്സോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഏതോ ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടായി ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഏതോ ഒരുത്തനോ അല്ലെങ്കിൽ പെണ്ണുങ്ങളല്ല കൂടുതലും ആണുങ്ങളാണല്ലോ പറയുന്നത്, അവരൊക്കെ പറയുന്നത് കേട്ട് ഞാൻ എന്തിനാ ഈ മനസ്സ് വിഷമിക്കുന്നത് എന്നോർത്ത് ഞാൻ സമാധാനപ്പെടാറുമുണ്ട്. പക്ഷെ എനിക്ക് വിഷമം വരും ഫാമിലീസിനെ പറയുമ്പോഴും ഒക്കെ എനിക്ക് വിഷമം വരാറുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചേച്ചി മൊത്തം വായിക്കുന്നോണ്ട് ഇപ്പോഴും ആ ഒരു കമന്റ് വായിച്ചിട്ട് ഭയങ്കര സങ്കടം ഇപ്പോഴും തോന്നുന്ന ഒരു സങ്കടം തോന്നുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതുന്ന ആളാണല്ലോ. അപ്പം എനിക്കെന്ന് വെച്ചാൽ ഇപ്പൊ അഭിപ്രായങ്ങൾ പറയണം എന്ന് തോന്നുന്ന എല്ലാ കാര്യത്തിലും ഫസ്റ്റ് ഓഫ് ഓൾ ഞാനും മനസ്സിലാക്കേണ്ടത് എല്ലാ മനുഷ്യരും എല്ലാവരുടെ കാര്യത്തിലും എല്ലാത്തിലും അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അതായത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോ ചിലർ ചോദിക്കാറുണ്ട് എല്ലാത്തിനും വാ തുറക്കുന്ന ഇവരിപ്പൊ എന്താണ് വാ തുറക്കാത്തത്. എന്നെ അല്ല പറയുന്നത്, മൊത്തത്തിൽ പറയാറുണ്ട് ആൾക്കാർ. ഒരു കമന്റ് ആണ് എന്തുകൊണ്ടാണ് ആൾക്കാർ കമന്റ് ഇതിനൊന്നും ഇവർക്ക് പറയാനില്ല അഭിപ്രായമില്ലെന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയണമെന്ന് യാതൊരു നിർബന്ധമോ വാശിയോ ഇല്ല. നമുക്ക് ചില കാര്യങ്ങൾ എഴുതണം പറയണം ചെയ്യണം എന്ന് തോന്നുന്നതിൽ മാത്രമാണ് എഴുതുന്നത്. അപ്പൊ ഇവര് പറയുന്നതാണ് ഇപ്പൊ പടമൊന്നും ഇല്ല ചാൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ 19 വയസ്സിൽ സിനിമയിലേക്ക് വന്നതാണ്. 200-240 240 സിനിമയോളം ഞാൻ അഭിനയിച്ചു. അതായത് എന്റെ കരിയറിന്റെ പീക്ക് എന്ന് പറയുന്നത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. വൈവിധ്യങ്ങളായ ഇഷ്ടംപോലെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ എന്ന് പറയുന്നത് എന്നും ഒരാളുടെ കരിയർ ഗ്രോത്ത് ഒരുപോലെ ആയിരിക്കില്ല. അത് ഒരുപോലെ ആവണമെന്ന് എനിക്കൊരു വാശിയും ഇല്ല. അതായത് ഞാൻ ജോലി ചെയ്യേണ്ട സമയത്ത് സമ്പാദിക്കേണ്ട സമയത്ത് അതൊക്കെ വളരെ നന്നായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പോഴും എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ല. നിങ്ങൾ ചിലപ്പോൾ എന്റെ സിനിമകൾ കാണുന്നുണ്ടാവില്ല. ഇപ്പോഴും ഞാൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ആൾക്കാർ ഓർക്കുന്നത് നമ്മൾ ഇനിയിപ്പൊ എന്തോ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്ന് വിചാരിക്കും. ഇപ്പൊ രാജുവിന്റെ സിനിമ എമ്പുരാന് വേണ്ടിയിട്ട് എമ്പുരാന്റെ സമയത്ത് പൃഥ്വിരാജിന് എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് രാജു. അപ്പൊ രാജുവിന്റെ സിനിമ വരുന്ന സമയം ഇത്രയും വർഷം എനിക്ക് രാജുവിനെ കുറിച്ച് എഴുതണം എന്ന് തോന്നിയില്ല. ഇപ്പൊ ഈ എമ്പുരാനൊക്കെ ഇത്ര വലിയൊരു ബഡ്ജറ്റുള്ള സിനിമ വരുന്ന സമയത്ത് രാജു എന്ന് പറയുന്നത് നമ്മൾ കണ്ട് മനസ്സിലാക്കിയ ഒരു 7-8 സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ സെറ്റിൽ നമ്മൾ കണ്ടു മനസ്സിലാക്കിയ ഒരു രാജു ഉണ്ട്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഡയറക്ടർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു സംവിധായകനുണ്ട്. അപ്പം ആ ഒരു സംവിധായകനെ നമ്മൾ എങ്ങനെ കണ്ടു, നമ്മുടെ ആ ഒരു ഏജിൽ നമ്മൾ എങ്ങനെ കണ്ടു എന്നുള്ളത് നമ്മൾ എഴുതി കഴിയുമ്പോൾ ഇനിയിപ്പൊ ഇദ്ദേഹത്തിന്റെ സിനിമ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയൊക്കെ എഴുതുന്നത്. അങ്ങനത്തെയൊക്കെ കമന്റ് വായിക്കുമ്പോ ഇപ്പൊ പടമില്ല തിരക്കുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആ ഇന്റർവ്യൂ വന്നപ്പോ പോലും ആൾക്കാർ അതിന്റെ അടിയിൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, ചാൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം വരാറുണ്ട്. ഇത്രയും സന്തോഷകരമായി പോകുന്ന ഒരു ദാമ്പത്യ ജീവിതം ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതുകൊണ്ട് കുറെ പേര് ഡിവോഴ്സ് ആയിട്ടും പറഞ്ഞ് എന്തോരം തംബ്നെയിലുകളായിരുന്നു. എന്തൊക്കെ അത് ചേച്ചി കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് ഷോക്കായിരുന്നു ചേച്ചി. പക്ഷെ അങ്ങനെ അല്ല, നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ചേട്ടനെ കുറിച്ചും ആ ഒരു കുടുംബ ജീവിതത്തിന് വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എപ്പോഴും കണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ചേച്ചി ഡിവോഴ്സ് ആയോ ഇതായോ, കൊറേ ന്യൂസുകൾ അങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇന്ന് വീട്ടില് ചേട്ടനാട്ടോ ഞങ്ങൾക്ക് വഴി, ഞങ്ങള് വീട് ഏതാന്ന് തപ്പി നിൽക്കുമ്പോഴത്തേന് ചേട്ടനെ കാണിച്ചത്. അപ്പൊ ഞാൻ ഈ ചേട്ടനെ പറ്റിയാണ് ഇവര് ഡിവോഴ്സ് ആയെന്നും പറഞ്ഞുകൊണ്ട് ഈ മാതിരി തംബ്നെയിൽസ് ഒക്കെ ഇറങ്ങി. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, എനിക്ക് പേഴ്സണലി ഡിവോഴ്സ് ചെയ്യാൻ ഇഷ്ടമല്ല. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്
അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം മാക്സിമം. അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നൊന്നും എനിക്കറിയില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്ന് തന്നെയാണ് എപ്പോഴത്തെ എൻ്റെ പോളിസി. കാരണം എന്ന് വെച്ചാൽ ഡിവോഴ്സിന്റെ വിക്ടിംസ് എന്ന് പറയുന്നത് എപ്പോഴും കുഞ്ഞുങ്ങളാണ്, മക്കളാണ് അല്ലേ. അതുകൊണ്ട് മക്കൾക്ക് അച്ഛനും വേണം അമ്മയും വേണം. ഇങ്ങനെ അതൊന്നും ഇല്ലാത്ത വളർന്ന ഒരു ബാല്യമാണ് എന്റേത്. അതുകൊണ്ട് എനിക്ക് 2 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡ് ആണ്. അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അറിയുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു ഫാമിലി ലൈഫ് വേണമെന്നും എനിക്ക് കുഞ്ഞുങ്ങൾ വേണമെന്നും എനിക്ക് ഇങ്ങനത്തെ തന്നെ ഒരു കുടുംബം വേണമെന്നും ഒക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് എന്ന് പറഞ്ഞ കാര്യത്തിനോട് എപ്പോഴും മുഖം തിരിച്ച് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ നമ്മളിപ്പം കുടുംബ കോടതിയിലോ അല്ലെങ്കിൽ നമ്മുടെ ലോയേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പം വളരെ നിസ്സാര കാര്യങ്ങൾക്ക് ഈഗോയുടെ ഒക്കെ പേരിലാണ് ഡിവോഴ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവർക്ക് ഇതൊക്കെ ടോളറേറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്ന കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷേ അവരതിനൊന്നും നിൽക്കാണ്ട് അവരവരുടെ ഈഗോ വളർത്താൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പിരിഞ്ഞൊക്കെ പോകും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ എപ്പോഴും ഇരിക്കുന്നതും ജീവിതം പൊക്കോണ്ടിരിക്കുന്നതും. പിന്നെ ഞാൻ എഴുതുന്ന പരിപാടികൾ ഉണ്ടല്ലോ, എഴുത്തുണ്ടല്ലോ. അപ്പം ഞാൻ എഴുതുന്നത് ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അഭിനയിച്ചിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനെക്കാട്ടിലും ഞാനൊരു 4 വരി എഴുതിയതാരെങ്കിലും വായിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ എൻ്റെ എഴുത്തുകൾ വായിക്കുന്ന കുറച്ച് മനുഷ്യരെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് എഴുതും. FB-ലാണ് എഴുത്ത്. FB ഇല്ലായിരുന്നു ഞാൻ ഒരു എഴുത്തുകാരി ആവില്ലായിരുന്നു. ഇങ്ങനത്തെ സ്മാർട്ട് ഫോൺസ് ഒക്കെ ഇല്ലെങ്കിൽ ഒരിക്കലും എഴുതില്ലായിരുന്നു. എഴുതാനൊക്കെ ഭയങ്കര മടിയാണ്, എല്ലാത്തിനോടും മടിയാണ്, എഴുതാനും മടിയാണ്. അപ്പൊ ഇത് ടൈപ്പിംഗ് ആയതുകൊണ്ടാണ് ഇത്രയും പോകുന്നത്. മടിയില്ലാത്ത 2-3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, പിന്നെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എത്ര ദിവസം വേണമെങ്കിലും ഭക്ഷണം പോലും വേണ്ട, ഞാൻ വായിച്ചുകൊണ്ടിരിക്കാം. പിന്നെ വീട് വൃത്തിയാക്കുക, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇഷ്ടത്തോടെ. പിന്നെ ഇതുപോലെ ഇങ്ങനെ വാചകം അടിക്കുക, പ്രസംഗിക്കുക, ഇതൊക്കെ ഒരു മടിയില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം. ബാക്കിയൊക്കെ മടിയാണ്. അപ്പോൾ ഈ എൻ്റെ എഴുത്തുകൾ വായിക്കാനായിട്ട് ഞാൻ ഒരു കൂട്ടം മനുഷ്യരെ സൃഷ്ടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ വിചാരം ഞാൻ എഴുതുന്നതൊക്കെ ഇവര് മാത്രമേ കാണുള്ളൂ എന്നാണ്. ചില മൂഡ് സ്വിങ്സ്, ചില ഇമോഷൻസ്, ഇതൊക്കെ എഴുതാറുണ്ട്. ഓക്കെ, അപ്പോ എന്താ പറയാ, സാധാരണ ഒരു ഫാമിലി ലൈഫില് പിന്നെ ഹസ്ബൻഡും വൈഫും തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നത് ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്. ഭാര്യയുടെ ഫോൺ പരിശോധിച്ചു, മെസ്സേജ് കണ്ടു, ഭർത്താവിൻ്റെത് കണ്ടു, അല്ലെങ്കിൽ വേറെ വിഷയങ്ങൾ പറഞ്ഞിട്ട് വഴക്കുണ്ടാവാം, അല്ലെങ്കിൽ മദ്യപാനം, ലഹരി ഉപയോഗം പോലെയുള്ള പ്രശ്നങ്ങൾ. 3, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ. ഇതൊന്നും ഞങ്ങൾക്കിടയിൽ ഈ 22 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, ഈ 22 വർഷമായിട്ട് ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഇതൊന്നുമല്ലാത്ത കാര്യങ്ങളും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വരാം. വേറെ ആരുടെയെങ്കിലും ഇൻവോൾവ്മെന്റ്, ആരുടെയെങ്കിലും ഒരു സ്വാധീനം കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു വരാം. സത്യത്തിൽ പറഞ്ഞാൽ അങ്ങനെ പറയാൻ പോലും എടുത്തു പറയത്തക്ക വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്നാ എപ്പോഴും വഴക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണി നോക്കിയാൽ അതെല്ലാ ദാമ്പത്യത്തിലും അങ്ങനെ ആയിരിക്കും. ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ്. എപ്പോഴും ഓർക്കും ജയ്ഷേട്ടൻ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഞങ്ങൾ യാത്ര ചെയ്യുന്ന വീഡിയോസോ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഉണ്ട്, അയ്യോ ലക്ഷ്മി ചേച്ചി എത്ര ലക്കിയാണ്, ജയ്ഷേട്ടൻ എപ്പോഴും പാട്ട് പാടി തരുന്നു, നിങ്ങൾ ഇങ്ങനെ എൻജോയ്മെന്റ് ഈവനിങ് ആവട്ടെ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ അതുപോലെയാണ്. നിസ്സാര സമയം കൊണ്ട് രണ്ടുപേരും വഴക്കുണ്ടാക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മളുടെ ജീവിതം. എന്നിട്ട് ഇച്ചിരി കഴിയുമ്പോ വീണ്ടും കൂടും. അതാണല്ലോ കുടുംബം. കുടുംബം ഇമ്പം ഉള്ളതാണ് കുടുംബം. അങ്ങനെ ചേരും. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോ അപ്പോഴത്തെ എന്തോ ഒരു മൂഡ് സ്വിങ്സില് ഇങ്ങനെ അതിങ്ങനെ ഞാനാണ് എപ്പോഴും പോയിട്ട് ഏട്ടൻ്റെ അടുത്ത് മിണ്ടുന്നത്. ജയ്ഷേട്ടൻ ഇച്ചിരി വാശിയുണ്ട്, മിണ്ടാതിരിക്കും. പക്ഷെ ഞാൻ എന്ന് പറയുന്ന ആള് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റിയേയില്ല. ഞാൻ പോയിട്ട് ഏട്ടൻ്റെ അടുത്ത് മിണ്ടും, പിണക്കമൊക്കെ അങ്ങ് തീർക്കും. പക്ഷെ അത്തവണ എന്തോ ആ വഴക്ക് ഇങ്ങനെ 1 ദിവസം 2 ദിവസമായി അതിങ്ങനെ കുറച്ച് ദിവസത്തേക്ക് നീണ്ടുപോയപ്പോഴത്തേനും നമ്മൾ എപ്പോഴും ദാമ്പത്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എന്തിനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം നമ്മുടെ ദാമ്പത്യ ജീവിതം അവിടെ നിന്നു പോകും. അതായത് ഇപ്പം 2-ൽ ഒരാൾക്ക് തോന്നുകയാണ് എന്തിനാ ഇതിന്റെ ആവശ്യം,
എന്ത് കാര്യത്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു ഫാമിലി ലൈഫ് കൊണ്ടുപോകുന്ന എന്തിനാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു തോന്നൽ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ബോധപൂർവമായി ഈ കാലത്ത് ബോധപൂർവമായ ഒരു ശ്രമം അവിടെ വേണം. അപ്പോ എന്തിനാണ് ഇത് എന്ന് ഏതോ ഒരു നിമിഷം എനിക്കും തോന്നിയിട്ടുണ്ടാവാം. അപ്പോ ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ ചേച്ചിമാര്, ചേട്ടന്മാര്, അനിയന്മാര്, അനിയത്തിമാരായിട്ട് ഒരു ചെറിയ സർക്കിളാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, വായന ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ ആഗ്രഹം പോലെ ഒക്കെ എഴുതി പോസ്റ്റ് ചെയ്തൊരു വിത്തിൻ 2 minutes എനിക്ക് മനസ്സിലായി ഇതൊരു നല്ല റെസ്പോൺസിലേക്കല്ല പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ആൾക്കാർക്ക് എപ്പോഴും നമ്മൾ നന്നായിരുന്നു, നമ്മൾ നല്ല വീട് മേടിച്ചു, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് നല്ല സ്കൂളിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് ഒരുപാട് മാർക്ക് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് പുതിയ ഇത്ര സിനിമകൾ വന്നു എന്നൊന്നും പറയുന്നതിനെക്കാട്ടിലും എൻ്റെ കുട്ടി തോറ്റുപോയി എന്ന് പറയാനോ, എൻ്റെ വീട് ജപ്തിയായി എന്ന് പറയാനോ, ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നഷ്ടം വന്നു, ബിസിനസ് ചെയ്ത് നഷ്ടം വന്നു എന്നൊക്കെ കേൾക്കാനായിരിക്കും ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ നന്നായി ജീവിക്കുന്നതിനെക്കാട്ടിലും നെഗറ്റീവ് പബ്ലിസിറ്റി, നെഗറ്റീവ് ഇഷ്ടപ്പെടുന്ന ഒരു അതെങ്ങനെയാണ് ഒരാളുടെ വീഴ്ചകളെ, ബുദ്ധിമുട്ടുകളെ, വേദനയൊക്കെ ഇത്രയധികം ആസ്വദിക്കാനായിട്ട് മനുഷ്യർക്ക് പറ്റുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പം ഇതെങ്ങനെ പോയപ്പം എനിക്ക് മനസ്സിലായി. പക്ഷെ എന്നെ വായിക്കുന്ന ആൾക്കാരൊക്കെ നോ, അങ്ങനെ ചെയ്യരുത്, അതൊക്കെ ഇപ്പോഴത്തെ ഇതാണ്, പിന്നെ നിങ്ങളല്ലേ ആളെന്നൊക്കെ ഉള്ള രീതി വളരെ ഇതായിട്ട് കമന്റ് ചെയ്തു. അപ്പോ പക്ഷെ ഒരു 2 minute കൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് വേറെ രീതിയിലേക്ക് പോകുന്നു. ഞാൻ ഡിലീറ്റ് ചെയ്ത് അപ്പോഴും ഏറ്റവും വലിയ ഇതിൽ രസകരമായ കാര്യം എന്ന് വെച്ചാൽ ജയശേട്ടനെ വീട്ടിൽ തന്നെയാണ്. ജയശേട്ടൻ രാവിലെ കുളിക്കുന്നു, ഓഫീസിൽ പോകുന്നു, ഞാൻ എഴുതാ. ജയശേട്ടനാണ് കോൾ ചെല്ലുന്നത്. അപ്പൊ ജയശേട്ടൻ ലക്ഷ്മിയോ എന്നെയോ ഡിവോഴ്സ് ചെയ്തെന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ ചേച്ചി, ഇനി ഞാൻ ഒറ്റയ്ക്കാണ് എന്തോ അങ്ങനെയൊന്നും ഞാൻ എഴുതിയിട്ടില്ല. അതൊക്കെ ഈ ഓൺലൈൻ മീഡിയാസ് അവരുടെ ഇഷ്ടത്തിന് എഴുതുന്നതാണ്. അപ്പൊ ഞാൻ നോക്കിയിട്ടൊന്നും പോസ്റ്റ് ഇല്ല. അപ്പൊ ജയശേട്ടനെ വിളിച്ചു, ലക്ഷ്മിയാണോ പറഞ്ഞത് ഡിവോഴ്സ് ചെയ്തെന്ന്? ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല, ലക്ഷ്മി എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. നിങ്ങൾ വായിച്ചോ എഴുതിയത്? ഇല്ല, അത് അവളുടെ എന്തേലും മൂഡ് സ്വിങ്സിൽ എഴുതിയായിരിക്കും. തൽക്കാലം ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല, ഇനി ഒട്ട് ആവാനും പോണില്ല. ഞാൻ രാവിലെ വീട്ടിൽ നിന്നാണ് ഓഫീസിലേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആൾക്ക് പക്ഷെ അതൊരു ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് എനിക്ക് പിന്നെ മനസ്സിലായി. പിന്നെ നല്ല ഇപ്പോഴും ഒരു ഫംഗ്ഷനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ജയശേട്ടൻ വരില്ല. എവിടെ ചെന്നാലും ആൾക്കാർക്ക് നിങ്ങൾ ഡിവോഴ്സ് ആയില്ലേ എന്നാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത് ഞാൻ എന്തോ ഒരു ചെറിയൊരു ഇതായിട്ട് എഴുതിയിട്ടുള്ളൂ. അതിന് പല വേർഷൻസ് ആയിരുന്നു. 2 മിനിറ്റിനുള്ളിൽ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പോസ്റ്റ്. പക്ഷേ അത് ഭയങ്കര വൈറലായിട്ട് അങ്ങനെ പോയി. അപ്പം പ്രേക്ഷകരോട് എല്ലാവരോടും പറയണേ, ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓഫീസിൽ പോയതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അല്ല, ഇപ്പം ജയശേട്ടൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ചേച്ചി ഒരു മൂഡ് സിംഗിൽ എഴുതി, അപ്പൊ ചേച്ചിയോടെ ആയിട്ട് എന്തെങ്കിലും ഉപദേശം എന്താണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ സങ്കടമൊന്നും ജയശേട്ടനില്ല. എന്നെ ഈ ഭൂമിയില് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ജയശേട്ടനാണ്. എന്നെയൊക്കെ സഹിക്കാൻ വലിയ പാടാണ്. എന്നെ എങ്ങനെ ഒരു 16 വയസ്സ് തൊട്ടിട്ട് ജയശേട്ടനെ അറിയാം. 16 വയസ്സ് തൊട്ടിട്ട് അറിയാം. 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. 22 വർഷമായിട്ട് കൂടെയുണ്ട്. അപ്പം എല്ലാരും ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് പോസിറ്റീവ്സ് മാത്രല്ലേ, ഇതിന്റെ നെഗറ്റീവ്സും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് നല്ലതുപോലെ അറിയാം. അപ്പൊ അതിലേട്ടന് വിഷമമൊന്നുമില്ല. പക്ഷെ നമ്മളെ വേണ്ടപ്പെട്ടവര്, ഇപ്പൊ കഴിഞ്ഞ ദിവസം വിദ്യാധരൻ മാസ്റ്ററുടെ കോള് വന്നിട്ടുണ്ടായിരുന്നു. ഈ സംഭവം നടന്നിട്ട് തന്നെ 3-4 മാസത്തിൽ കൂടുതലായി ഇപ്പോ. പക്ഷെ വിദ്യാധരൻ മാസ്റ്ററുടെ കോള്, പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറ്, ഇങ്ങനെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ജയചന്ദ്രൻ ചേട്ടൻ, ഇങ്ങനെ സംഗീത കുടുംബമാണല്ലോ നമ്മുടേത്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവരും ഏട്ടനോട് ചോദിക്കുമ്പോ ഏട്ടന് വിഷമാണ്. അല്ലാണ്ട് ഞാൻ എഴുതി എന്നുള്ളതിനെ ഏട്ടൻ അത് അവളൊരു ഇതായിട്ട് ചെയ്തു എന്നേ പറയുന്നുള്ളൂ. പക്ഷെ ഏട്ടൻ ഇങ്ങനെ പബ്ലിക്കിന്റെ അടുത്തായിട്ട് വരുമ്പോഴും അയ്യോ നിങ്ങൾ ഡിവോഴ്സ് ആയില്ലേ, നിങ്ങൾ ഡിവോഴ്സ് ആയോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ആൾക്ക് വിഷമമാണ്. ഈ പബ്ലിക്കിന് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് നമ്മൾ ഒരുപാട് പുരോഗമന ചിന്താഗതി ഉള്ളവരായിട്ട് മാറി. നമ്മൾ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ്. എന്താണ് നമ്മളുടെ എഡ്യൂക്കേഷൻ? ഇത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും ഇല്ലാത്തൊരു കാലത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അതിൽ അത്ഭുതപ്പെടാനില്ല. ജയശേട്ടന് വിഷമം
എഴുതി പോയല്ലോ, അതില് എഴുതി ചേച്ചിക്ക് കുറ്റബോധമുണ്ടായി വേണ്ടായിരുന്നു ആ ചെറിയൊരു കാര്യത്തിന് അങ്ങനെ ചെയ്യണ്ടായിരുന്നു. ഏട്ടനോട് പറഞ്ഞു. ഞാൻ ഇപ്പോഴും സോറി പറയും, ഓരോരുത്തർ വിളിച്ചു ചോദിക്കുമ്പോഴും സോറി പറയും. ഇന്നിപ്പോ ഈവനിങ് വലിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് ഏട്ടന് ഞാൻ വരുന്നില്ല, ഞാൻ വന്നു കഴിഞ്ഞാൽ എല്ലാരും അങ്ങനെയൊക്കെ ചോദിക്കും, എനിക്ക് വയ്യ. അപ്പൊ ഞാൻ ഏട്ടൻ എന്നാ പിന്നെ ഡിവോഴ്സ് ആയി എന്നങ്ങ് പറ. ആ കൊറേ പേരോട് ഞാൻ അങ്ങനെ പറഞ്ഞു. ചിലപ്പോ അറിയാൻ പറ്റില്ലല്ലോ, നിന്നെക്കാട്ടില് നല്ലൊരു പെണ്ണിനെ കിട്ടുവാണെങ്കിൽ എനിക്ക് കിട്ടട്ടെ. ഏട്ടൻ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്, അപ്പൊ അതുകൊണ്ട് ഏട്ടൻ അങ്ങനെയൊക്കെ പോയി. അപ്പൊ ഇനി എന്താ തീരുമാനിച്ചേക്കണം? മൂഡ് സ്വിങ്സ് വരുമ്പോ ഇനി എഴുതിയിട്ട് അയ്യോ മൂഡ് സ്വിങ്സ് അല്ല, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായി. ക്ഷമ ഒട്ടും ഇല്ലാത്ത ആളായോണ്ടാണ് എഴുതാത്തത്. അപ്പം 3 വലിയ മനുഷ്യർ എന്നാണ് ബുക്കിന്റെ പേര്. അപ്പം എഴുത്ത് തുടങ്ങിയതേ FB-യിലായതുകൊണ്ട് എന്റെ ഓട്ടോബയോഗ്രഫി ഒക്കെ എഴുതിയത് FB-യിലാണ്. 53 അധ്യായം വരെ FB-യിലാണ് എഴുതിയത്. അപ്പം ഈ ഇതിനെ വായിക്കുന്ന ഒരു ചെറിയ വിഭാഗം ആൾക്കാരേ ഉള്ളൂ. അപ്പം അവർക്ക് വേണ്ടിയിട്ട് എഴുതുമ്പോ പോലും ഈ ഇതിലെ കഥയാണ് ഇതെന്ന് പോലും മനസ്സിലാക്കാണ്ട് ആൾക്കാർ അതിനെയും തെറ്റിദ്ധരിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ആ FB-യിൽ എഴുതുന്ന പരിപാടിയെ അങ്ങ് നിർത്തി. എഴുത്ത് നിർത്തി ശരിക്കും പറഞ്ഞാല്. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ചോദിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു ടോപ്പിക് ഉണ്ട്, ബിഗ് ബോസ് ടോപ്പിക്. അതിലേക്ക് ലാസ്റ്റ് വരാതെ, കാരണം ഒരു എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് ചോദിക്കും. ഇപ്പൊ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, കാണാറുണ്ടോ? കാണാറില്ല. ചേച്ചിയുടെ പ്രിയപ്പെട്ട ഒരാൾ അതിനകത്തുണ്ടല്ലോ. നിങ്ങൾ സ്റ്റാർ മാജിക് മുതൽ എന്റെ പ്രിയപ്പെട്ടവർ എന്ന് പറയാൻ പറ്റില്ല. സ്റ്റാർ മാജിക്കിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട ഒരാളൊന്നും അല്ല. അനു അല്ലേ? അനു വളരെ സ്മാർട്ട് ആയിട്ടുള്ള കുട്ടിയാണ്, വളരെ ബുദ്ധിമതിയായിട്ടുള്ള കുട്ടിയാണ്. ഷീ ഈസ് വെരി ഇന്റലിജന്റ് ഓൾസോ. അപ്പൊ അങ്ങനെയൊക്കെ ഒരാളാണ് പുള്ളിക്കാരി. ജീവിക്കാൻ അറിയാം നന്നായിട്ട്. അത് വേണമല്ലോ, ജീവിക്കാൻ അറിയണം, നിൽക്കാൻ അറിയണം, അതൊക്കെ നന്നായിട്ട് അറിയുന്ന വളരെ ബുദ്ധിമതിയായിട്ടുള്ള, അല്ലെ നമ്മൾ സ്റ്റാർ മാജിക്കിലൊക്കെ ഇന്നസെൻസ് വാരി വിതറിയ പോലത്തെ ഒരു ക്യാരക്ടർ അല്ല ശരിക്കും അനു. അനു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. എന്റെ വിശ്വാസം എങ്ങനെ പ്ലേ ചെയ്തിരിക്കുന്നു എനിക്ക് അറിയില്ല കേട്ടോ, എങ്ങനെ ഗെയിം കളിച്ചു എന്നൊന്നും എനിക്ക് അറിയില്ല. ഇതിപ്പോ എത്ര ദിവസം, കുറെ ദിവസമായില്ലേ? 50 ഡേയ്സ് കഴിഞ്ഞു. ഒരു എപ്പിസോഡ് കാണാൻ കണ്ടിട്ടില്ല. അതായത് എന്തെങ്കിലുമൊക്കെ ക്ലിപ്പിംഗ്സ് ഒക്കെ ഞാൻ കാണും. ഈ എന്താ ഉപ്പുമാവ് ഇളക്കാനൊക്കെ അനു അതിന്റെ മേളിൽ കയറി, അപ്പോഴും ഞാൻ വൈറൽ ആവാൻ വേണ്ടി അനു എന്ത് കാട്ടിക്കൂട്ടും. അതങ്ങനെയൊക്കെ ഉണ്ട് അനുവിന്. അനുവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മെന്റലി. അനുവിനെയാണ് എനിക്ക് ഇഷ്ടമാണ്. അനു കളിക്കുന്ന നന്നായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിൽക്കും എന്ന് എനിക്ക് അറിയാം. അനുവിന്റെ കാര്യത്തോണ്ട് എനിക്ക് പേടിയൊന്നും ഇല്ല, ഒരു പേടിയില്ല. അനുവിനെ അറിയാം, നിൽക്കാൻ അറിയാം. ഇപ്പൊ അനുമോളെ എല്ലാരും കൂടെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ഒറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര എങ്ങനെങ്കിലൊക്കെ നിൽക്കുക. അതായത് ആൾക്ക് എങ്ങനെ സർവൈവ് ചെയ്യണം എന്നറിയാം, സ്ക്രീൻ എങ്ങനെ കവർ ചെയ്യണം എന്നറിയാം, ഈ സ്ക്രീൻ സ്പേസ് എങ്ങനെ ഉണ്ടാക്കണം എന്നറിയാം. അതെനിക്ക് സ്റ്റാർ മാജിക്കുന്നേ അനുവിന്റെ കഴിവിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യം. അതെനിക്ക് ഇപ്പൊ അവിടുത്തെ കണ്ടസ്റ്റന്റ് മനസ്സിലായി. അനുമോളെ എപ്പോഴും പറയുന്നവർക്ക് കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ്, കുടുംബ പ്രേക്ഷകർ എന്ന് എപ്പോഴും പറയും. അപ്പൊ അവരിങ്ങനെ പറയുന്നുണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അനുമോളെ എപ്പോഴും ഒരു അനുമോളെ അവിടെ ഇപ്പൊ കുലസ്ത്രീ എന്നാണ് വിളിക്കുന്നത്. ആക്ച്വലി ഞാൻ ബിഗ് ബോസ് ചെയ്യുമ്പോ മോളെ, ഞാൻ ബിഗ് ബോസ് ഒരു എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല. ആകെ ഞാനിങ്ങനെ ഇതുപോലത്തെ നമ്മുടെ വീണ ഉണ്ടായിരുന്നു, ആര്യ ഉണ്ടായിരുന്നു, ഇവരെയൊക്കെ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് ഇവരുടെയൊക്കെ എന്തെങ്കിലും ഈ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പിംഗ്സ് അയച്ചു തരും എന്നല്ലാണ്ട് ഞാൻ ഒറ്റ ഫുൾ എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞ ഒരു ഇത് വന്നത്, ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ഒരു ഭയങ്കര ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള പെൺകുട്ടി ഭക്ഷണം എടുത്ത് എറിയോ എന്തോ ചെയ്തൊരു ജസ്ലാമാണ് ശരി, ഭക്ഷണം എടുത്ത് എറിഞ്ഞ ഒരു ഇതിന്റെ ഇങ്ങനെ ഷോർട്സ് കണ്ടിട്ടുള്ളതാണ് കേട്ടോ, അല്ല കണ്ടിട്ടില്ല. അപ്പൊ ഇന്റർവ്യൂ ഉണ്ടല്ലോ ബിഗ് ബോസിൽ നമ്മൾ പോകുന്ന സമയത്ത് ഇന്റർവ്യൂ ഉണ്ട്. അപ്പം എന്താ ലക്ഷ്മിക്ക് ഇഷ്ടപ്പെടാഞ്ഞോന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഈ ജസ്ല ഇങ്ങനെ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനപ്പൊ സ്ഥിരമായിട്ട് കാണാറുണ്ടോ ഇതൊക്കെയാണ് ചോദിച്ചത് ഇന്റർവ്യൂല്. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നു. അങ്ങനെ എന്നെ സത്യം പറഞ്ഞാൽ സീസൺ 1 തൊട്ടിട്ട് ഇവര് വിളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പോകാൻ, മോളൊക്കെ ചെറുതായിട്ടൊക്കെ ഞാൻ പോയിട്ടില്ല. അപ്പോ പിന്നെ ഇങ്ങനെ ഇതാണ് പറഞ്ഞത്, ജസ്ല ഭക്ഷണം എടുത്ത് എറിഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ ഇവരോർക്കുന്ന ഞാൻ എന്തോ സ്ഥിരം പ്രേക്ഷകയായിരുന്നു എന്നുള്ള രീതിയിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് അതുപോലെ ഇഷ്ടമുള്ള ഡിംബലിന്റെ ഏതോ 1-2 എപ്പിസോഡ്സ് അല്ല, ഇതുപോലെ ഷോർട്സ് ഒക്കെ കണ്ട് എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അപ്പൊ ആരെയാണ് ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഡിംബലിനെ ആയിരുന്നു ഇഷ്ടം എന്നും പറഞ്ഞു. ഇതല്ലാതെ വീണയുടെ ഇങ്ങനെ ക്ലിപ്പിങ്സ്, നമ്മുടെ ആര്യയുടെ ഒക്കെ ഇങ്ങനെ കണ്ട് അവർക്ക് സുഹൃത്തുക്കളായിട്ട് കിട്ടണം. ഇതല്ലാതെ എനിക്ക് ബിഗ് ബോസ് ഷോ ആയിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ത്രൂ ഔട്ട് ഇരുന്ന് കാണുന്ന ഒരാളായിരുന്നു എങ്കിൽ
ഞാൻ ബിഗ് ബോസിന് പോവില്ലായിരുന്നു. അപ്പൊ ലാലേട്ടൻ അവിടെ ചെന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേനും ഞാൻ പറഞ്ഞു ഞാൻ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം കുറച്ചു ദിവസം കഴിയുമ്പോഴും ഇത് തന്നെ പറയണമെന്ന് ലാലേട്ടൻ പറഞ്ഞു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇനി ഒരു ഓപ്പർച്യൂണിറ്റി വന്നാലും ഞാൻ ബിഗ് ബോസിനെ വിളിച്ചാൽ ഞാൻ പോകും. ഞാൻ പോകും. എനിക്ക് ഇഷ്ടം. കാരണം എന്ന് വെച്ചാല് നമ്മളും നമ്മുടെ ഒരു ഇന്നർ സോൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുമായിട്ട് സംവദിച്ചിരിക്കാൻ പറ്റുന്ന ഒരു പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ സത്യം പറഞ്ഞാൽ നമുക്ക് പറ്റും. ഈ അടി വഴക്ക് അതൊക്കെ ഷോയുടെ ഭാഗമാണ്. ഈ ബഹളം, അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ്സ്, വ്യക്തി വൈരാഗ്യം, തല്ലിപ്പൊട്ടിക്കൽ, ഇറങ്ങിപ്പോക്ക്, ഇതൊക്കെ അക്രമം, ഇതൊക്കെ ഉണ്ട്. നോട്ട് അറ്റ് ഓൾ. ഒരിക്കലും ക്രിയേറ്റഡ് അല്ല. നമ്മൾ എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ നമ്മുടെ തന്നെ ഇതാണ്. പക്ഷെ ഇതിനെല്ലാം മാറ്റി വെച്ചാൽ നമുക്ക് നമ്മൾ എന്താണ് എന്ന് സ്വയം മനസ്സിലാക്കാനും തിരിച്ചറിയാനും എല്ലാം പറ്റുന്ന ഒരു നല്ല ഒരു അവസരമാണ് ബിഗ് ബോസ്. തീർച്ചയായിട്ടും ബിഗ് ബോസിൽ വരുമ്പോ ഇപ്പത്തെ എവിക്ഷൻ ഒക്കെ കോമഡി. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കോണ്ടസ്റ്റന്റ് ഒക്കെ എവിക്റ്റ് ആയപ്പോ ഭയങ്കര ട്രോളും കാര്യങ്ങളും ചേച്ചി ശ്രദ്ധിച്ചെന്ന്. അപ്പോഴും വരുന്ന ഒരു എവിക്ഷൻ ആണ് ചേച്ചിന് ബുള്ളറ്റില് കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മളെ എങ്ങനെ എവിക്റ്റ് ചെയ്യണം എന്നുള്ളത് അവര് തീരുമാനിക്കുന്നതല്ലേ. അവര് വളരെ അപ്പാനി ചേട്ടൻ നമ്മുടെ ആക്ടർ, ആ ചേട്ടനെ എവിക്റ്റ് ചെയ്തത് പുലിയുടെ അപ്പാനി എന്റെ ബിഗ് ബോസിന്റെ ഫാൻ ആയിരുന്നു. അപ്പാനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചേട്ടന്റെ എവിക്ഷൻ എന്ന് വെച്ചാൽ പുലിയുടെ മുഖം ഇങ്ങനെ ഡാൻസ് കളിച്ച് പെട്ടെന്ന് അങ്ങ് കൊണ്ടുപോകുമായിരുന്നു. അതുപോലെ തന്നെ ചേച്ചിയുടെ ബുള്ളറ്റിൽ ഇരുത്തിയിട്ട് ശരിക്കും പറഞ്ഞാലില്ലേ അവര് എനിക്ക് തോന്നുന്നു വളരെ പോസിറ്റീവായിട്ട് പല 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 രീതികളിൽ വേണമല്ലോ കൊണ്ടുപോകാൻ. അതിലൊരു രീതി എനിക്ക് വന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കിയതെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. എനിക്ക് കാരണം ഏതാനും മണിക്കൂറുകളും കൂടെ അല്ലേ ഉള്ളൂ. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഫൈനലിൽ പിന്നെ എന്താ പറയാ എനിക്ക് ആഗ്രഹം 100 ദിവസം നിൽക്കണം, ആ ഫൈനൽ 5 എത്തണം എന്ന് എന്റെ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ 4th പൊസിഷനിൽ വന്നില്ലേ, ഞാൻ അതിൽ വളരെ ഗ്രാറ്റിറ്റ്യൂഡാണ്. എനിക്ക് വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ് എനിക്കതില്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാല് ഞാൻ ഇവരോട് ആരുടെ യാത്ര പറഞ്ഞില്ല. ഇപ്പൊ ധന്യാണെങ്കിലും ഒക്കെ നമ്മളെ ഹഗ് ചെയ്തിട്ടാണ് ധന്യെ പോലും പോയത്. അപ്പം എനിക്ക് ആ യാത്ര പറയാൻ പറ്റിയില്ല എന്ന വിഷമം. നല്ല ഓരോരുത്തരായിട്ട് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. എനിക്ക് പുറകെ റിയാസ് വന്നു, ഓരോരുത്തർ ഔട്ട് ആവുകയല്ല. എല്ലാവർക്കും ഇനി കുറച്ച് ഏതാനും മണിക്കൂർന്ന് പോലും പറയാനില്ല. അത് എനിക്കൊന്നും ഞാൻ ഇറങ്ങിക്കഴിഞ്ഞൊരു വിത്തിൻ 2 hours എടുത്തില്ല, ഒരു 1 hourനുള്ളിൽ ഷോ കഴിഞ്ഞു. ദിൽഷയൊക്കെ വന്നു, എല്ലാരും വന്നു, ലാലേട്ടൻ അവിടെ പോയി, വീട്ടിൽ പോയി, ഇതൊക്കെ ഉണ്ടായി. അപ്പോ എന്താ പറയാ എനിക്കറിയാം ഞാൻ പോയി കഴിഞ്ഞാലും ഇല്ല, ഇനി ആരും ഇല്ല എന്ന് എനിക്കറിയാം. ഞാൻ ഫൈനൽ ദിൽഷയുടെ പൊസിഷനിലേക്ക് ഞാൻ വന്നില്ലല്ലോ എന്ന് വെച്ചിട്ടല്ല ഞാൻ നോക്കിയത്. ഞാൻ ഇവരോട് യാത്ര പറഞ്ഞില്ലല്ലോ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെന്നറിയാമോ, നമ്മൾ ആൾക്കാരെ കാണുന്നില്ലല്ലോ. നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് ഇവരെ മാത്രം കണ്ടിട്ട് ഈ പുറത്തുനിന്നുള്ളവരോട് നമുക്കൊരു ഭയമുണ്ട്. നമ്മുടെ അവര് ചെയ്തതെന്ന് പറഞ്ഞാലും ഈ ലാസ്റ്റ് സമയം ആവുമ്പോഴത്തേക്ക് ഇവര് കൊറിയോഗ്രാഫേഴ്സിനെ വിട്ടു, മേക്കപ്പ് ആർട്ടിസ്റ്റിനെ അകത്തേക്ക് വിട്ടു. നമുക്ക് ഇവര് പെട്ടെന്ന് കാണാൻ നമ്മൾ പേടിച്ചു പോകും. നമ്മളൊരു ബാത്റൂം ഏരിയയിലോ എവിടെങ്കിലും ചെല്ലുമ്പോൾ ഇവര് അവിടെ നിൽക്കുന്ന നമ്മൾ കാണുന്നത്. ആലോചിച്ച് നോക്കൂ, നമുക്ക് ഒരു പരിചയമില്ലാത്തൊരു വിജനമായി, വീട് വിജനമായി. 18 പേര് 19 പേരൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് 5 പേരിലേക്ക് എത്തുമ്പോ ഇവരിങ്ങനെ വരാണ്. ഇവരെ കാണുമ്പോൾ നമുക്കൊരു പേടി വരും. പിന്നെ എന്ന് വെച്ചാൽ കൊറിയോഗ്രാഫേഴ്സ് വന്നു. അപ്പൊ അവരുടെ ഡാൻസിന്റെ ടീമിനെ ഇവര് കുറച്ച് 1-2 പേരെ വെച്ച് അകത്തേക്ക് വിട്ടു. എങ്ങനെയാണ് ഞങ്ങൾക്ക് മനുഷ്യരോടുള്ള ഒരു പേടി മാറ്റിയത്. അപ്പൊ ഒരു അപരിചിതന്റെ കൂടെ ഇയാൾ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയില്ല, ആ ഒരു പേടി. 3, ഞാൻ മാതങ്കിന്ന് പേരിട്ട് അവിടെ ഒരു ചെടി വളർത്തുന്നുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞോണ്ടത് ഞാൻ പോകുമ്പോ ഈ ചെടി കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് ചെടിയൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഈ ചെടി ഞാൻ എടുത്തില്ല. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത്, അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. അവിടെ പിന്നെ എന്തിനാ അങ്ങനെ ആൾക്കാർ ചിന്തിക്കുന്നത്? എന്തിനാ? കാരണം ഷോ തീരല്ലേ. ലാസ്റ്റ് വരെ ഞാൻ എല്ലാ ഷോ കഴിഞ്ഞാൽ ആ ഒരു ബുള്ളറ്റ് യാത്രയുടെ ഒരു ക്ലിപ്പെങ്കിലും. പക്ഷെ നമ്മുടെ ഫീൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ തടിമാടന്മാര് വന്നിട്ട് നമ്മളെ അയ്യോ എന്നെ പിടിച്ചോണ്ട് പോകണം. എനിക്കാണ് പൊതുവെ എല്ലാം ഇങ്ങനത്തെ കാര്യത്തൊക്കെ കുറച്ച് പേടിയുള്ള ആളുകളാണ്. ഇവന്മാർ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് അറിയില്ല. ചെടി കിട്ടിയോ? എന്നിട്ട് ചെടി ഇല്ല, ചെടിയൊന്നും കിട്ടിയില്ല. ഇപ്പത്തെന്ന് വെച്ചാൽ ഇപ്പൊ അനുമോളെയാണ് ചേച്ചി കുറച്ച്. അനുമോളെ ഇറങ്ങി അനുമോളുടെ ഒരു ടെഡി ബിയറിനെ അറിയാൻ സാധ്യതയുണ്ടോ? സ്റ്റാർ മാജിക് കൊണ്ടുവരാറുണ്ട് പ്ലാച്ചി. അന്നേരം ഒന്നും പ്ലാച്ചിയൊന്നും ഇല്ല. ആ പ്ലാച്ചിയിലായിരുന്നു യുദ്ധം. പ്ലാച്ചി എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസിന് വേണ്ടിട്ട് അവള് കൊണ്ടുപോയതായിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? എന്താ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരിക്കും. അതെ, വീട്ടിൽ നിന്ന് പാക്ക് ചെയ്യുന്ന വീഡിയോയില് ഞാൻ ഓർക്കുന്നില്ല. വീട്ടിൽ നിന്ന്
കൊണ്ടുവന്ന സാധനങ്ങളാണല്ലോ ബിഗ് ബോസ്. അറിയില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്കറിയില്ല. ഞാൻ ഓർക്കുന്നത് ഈ നമുക്കൊരു ഗെയിം ഉണ്ടായിരുന്നല്ലോ, പാവ ഗെയിം, അതുപോലെ അവിടെ കൊടുത്തതാണ് പ്ലാച്ചി എന്നാ ഞാൻ വിചാരിച്ചത്. അത് പിന്നെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ഷിയാസിക്ക് വന്നപ്പോ പ്ലാച്ചിന്റെ അടുത്ത് ദൂരേക്ക് പ്ലാച്ചി എവിക്റ്റഡ് ആയി. അതിന്റെ ലാലേട്ടന്റെ എപ്പിസോഡിൽ വന്നു. അപ്പൊ അവിടെ കണ്ടസ്റ്റന്റുകളൊക്കെ വരുന്ന പ്ലാച്ചി ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിനെ കരയുന്നു, അതിനെ വേദനിപ്പിക്കുമ്പോ കരയുന്നു. ഭയങ്കര കരച്ചില്ല. ഷിയാസിക്കായി വലിച്ചെറിഞ്ഞപ്പോ ഭയങ്കര തലയിടിച്ച് വരെ. ഞാനായിരുന്നു ആ പ്ലാച്ചിനെ അടുപ്പ് വെച്ച് കത്തിച്ച്. അതിന് വരുമ്പോ ഞാൻ ചോദിക്കുന്നുണ്ട്, ചിലപ്പോ അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആരെങ്കിലും അത് ഗിഫ്റ്റ് ചെയ്തതൊക്കെ ആയിരിക്കും. പിന്നെ മാധുവിന്റെ ഒക്കെ ഫോട്ടോ ഒക്കെ ഞാൻ കൊണ്ടുപോയിരുന്നല്ലോ. ഞാൻ മാധുവിന്റെ ഫോട്ടോ ഒക്കെ നോക്കും, അത് മനുഷ്യനല്ലേ, ഇതിനോട് പേടിച്ചാണ് എല്ലാരും. പ്ലാച്ചിയും പേടിച്ചോ? അയ്യോ, ഞാനായിരുന്നു ആദ്യമേ ഒരൊറ്റ സീസണിൽ പോണ്ടായിരുന്നു. പിന്നെ ഈ അനുമോൾ ഇപ്പൊ ഉള്ളതുകൊണ്ട് എനിക്ക് പേഴ്സണലി അവള് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഇഷ്ടാ. ഈ ബേസിക്കലി അനുമോളി സ്റ്റാർ മാജിക് കാണിക്കുന്ന കുട്ടിത്ത് അങ്ങനെ തന്നെ കുറെ പ്രേക്ഷകർ സ്റ്റാർ മാജിക്കിൽ അനുമോളെ പ്രതീക്ഷിച്ച് ബിഗ് ബോസ് കാണുന്നവരുണ്ട്. കാരണം അനുമോൾ എപ്പോഴും പറയുന്നത് 11 വർഷം ഇൻഡസ്ട്രിയിൽ വന്നു, അവർ സ്നേഹം എപ്പോഴും കുടുംബ പ്രേക്ഷകരെയാണ് അനുമോൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇമ്മച്വർ ആയിട്ടാണോ അനുമോള് ശരിക്കും? ഷീസ് വെരി മെച്വർ ഗേൾ. ഓക്കെ, ഭയങ്കര മെച്വേർഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അനു. ആദ്യത്തെ ഈ കുറച്ച് എപ്പിസോഡ്സിലൊക്കെ അനു ഭയങ്കര മെച്വേർഡ് ആയിട്ട് തന്നെയാണ് നിന്നത്. എപ്പോഴും അവൾ ഈ മെച്യൂരിറ്റി ഇല്ലായ്മയുടെ ഇമ്മെച്വറിന്റെ ഒരു ട്രാക്ക് പിടിച്ചപ്പോ അവൾ അതിൽ സക്സസ്ഫുൾ ആയി അവൾക്ക് തോന്നി. ശരിയാണ്, ആൾക്കാർ, ഞാനടക്കം അത് ഭയങ്കര ടെൻഷൻ ഉണ്ട്. അനുവിന്റെ കോമഡി ഓർത്ത് ചിരിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. എനിക്ക് ഓർമ്മ വരുന്ന ഒരു കോമഡി എന്ന് പറഞ്ഞാല് സ്റ്റാർ മാജിക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ എഴഞ്ഞ് മേളി പണിത് സ്ലിപ്പറി ആയിട്ടുള്ള ഒരു വോളാണ്. അപ്പൊ ഞാൻ നോക്കുമ്പം കാലിൽ ഇടാൻ കൊടുത്ത ഗ്ലൗസ് എടുത്ത് കയ്യില് വലിച്ചിട്ടിരിക്കുക. ശരിക്കും നോക്കുമ്പില്ലേ കോഴിയുടെ ഒക്കെ കൈയൊക്കെ പോലെയാണ് ഈ ഗ്ലൗസ്. കാലിൽ ഇടേണ്ടത് കാലിൽ പാകാവുന്നത് കയ്യിൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ അങ്ങനെ ഇട്ടിട്ട് എനിക്ക് തോന്നിയത് അതൊക്കെ ഓർത്ത് ഞാൻ അനുവിന്റെ കുറെ കോമഡി ഉണ്ട്, അതൊക്കെ ഐസ് ക്യൂബിൽ വീണ് അങ്ങനത്തെ. അപ്പൊ അങ്ങനെ കുറെ കോമഡി അനുവിന്റെ ഉണ്ട്. അപ്പം അതൊരു നല്ല ട്രാക്ക് ആണെന്ന് തോന്നിയുണ്ട്. അവൾ അതിൽ സക്സസ്ഫുൾ ആയിട്ട്, അത് എല്ലാവർക്കും അങ്ങനെ ഈ പിന്നെ ബുദ്ധിയില്ലായ്മ അഭിനയിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ, എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അപ്പൊ അവൾ അതിൽ വിജയിച്ചു ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ അവിടെ ആ ബുദ്ധിയില്ലായ്മ നമുക്ക് ബിഗ് ബോസിൽ കാണിക്കാൻ പറ്റില്ല. ബിഗ് ബോസിൽ ബുദ്ധിയോടുകൂടി നിൽക്കണം, ബുദ്ധിയോടുകൂടി. വളരെ മിടുക്കി കുട്ടിയാണ്. ചേച്ചിയുടെ അഭിപ്രായത്തിൽ അനുമോൾ 100 ഡേയ്സ് കംപ്ലീറ്റ് ആക്കുമെന്നാണ്? അവൾക്ക് അതിനുള്ള കഴിവുണ്ട്, തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യും. 100 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യും. വിൻ ചെയ്യുമെന്നൊന്നും എനിക്ക്, കാരണം ഞാൻ ആരെയും ഗെയിം കണ്ടിട്ടില്ല. അനു നിക്കണം എന്നാണ് എന്റെ പേഴ്സണലി ആഗ്രഹവും. അനു 100 ദിവസം നിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ റിയാസ് വന്നിരുന്നു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട്. റിയാസിന്റെ ഒരു എൻട്രിക്ക് ശേഷം ഭയങ്കര കോലുകളൊക്കെ റിയാസ് വന്നുകൊണ്ട് പല കണ്ടസ്റ്റന്റിനും പോസിറ്റീവായി മാറി. നെഗറ്റീവ് ആയിരുന്ന കണ്ടസ്റ്റന്റ് വരെ റിയാസിന്റെ ഒരൊറ്റ എപ്പിസോഡ് കഴിഞ്ഞപ്പോ തന്നെ പോസിറ്റീവായിട്ട് മാറി. അത് പല ചർച്ചയും സോഷ്യൽ മീഡിയ ഒക്കെ ചർച്ചയാകുകയും എവിക്റ്റ് ആയി പോകേണ്ടവർ പലരും റിയാസിന്റെ എൻട്രിയിലൂടെ സേഫ് ആയി എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. പേഴ്സണലി റിയാസ് എന്ന വ്യക്തിനെ കുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? കാരണം നിങ്ങളായിട്ട് കുറെ ഫൈറ്റ് നടന്നുകൊണ്ട് എനിക്ക് അങ്ങനെ പേഴ്സണലി ഒരുപാടൊന്നും റിയാസിനെ അറിയില്ല. ആ ഒരു ദിവസത്തിന് ശേഷം ഞങ്ങളൊരു ഏഷ്യനെറ്റിന്റെ 2 പ്രോഗ്രാമിന് കണ്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് അറിയില്ല. പക്ഷെ വ്യക്തിപരമായിട്ട് ഉള്ളിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ ആത്മാക്കളും എല്ലാ സോൾസും പ്യുവറാണ്. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും നന്മയുണ്ട്. അപ്പോ എന്താ പറയാ, അവനൊരു നല്ല കുട്ടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഉള്ളിന്റെ ഉള്ളിലെ ഒരു തോന്നൽ അതാണ്. ആ ഒരു തോന്നൽ എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ അവനെ തിരിച്ച് ഇമിറ്റേറ്റ് ചെയ്യാഞ്ഞത്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നല്ലോ, എനിക്ക് ചെയ്യാമായിരുന്നല്ലോ. അതായത് ആരെ ചൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോ ഞാൻ ബ്ലെസ്ലിനെയാണ് ചൂസ് ചെയ്തത്. കാരണം എനിക്കറിയാം അവനത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒരു തരത്തിലും വിഷമിപ്പിക്കുന്നത് പിന്നെ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ വിഷമിപ്പിക്കില്ല. ആ ഒരു ബോധം, വിവേക ബുദ്ധി എനിക്ക് ഉള്ളത് കൊണ്ടാണ്. കാരണം ഒരു പ്രാവശ്യം ഞാൻ പിന്നെ റിയാസിനെ ഇമിറ്റേറ്റ് ചെയ്തപ്പോ തന്നെ റിയാസിന് അത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓർമ്മയുണ്ടാവും ഒരു എപ്പിസോഡില്. അപ്പോഴാണ് റിയാസ് അടങ്ങിയത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ആൾമാറാട്ടം എന്ന് പറയുന്ന ഒരു ടാസ്ക് വരുന്നത്. അപ്പൊ ഞാനത് വേണ്ട എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ഞാൻ അവനെ പിക്ക് ചെയ്യാഞ്ഞത്.
അല്ലെങ്കിൽ റിയാസിനെ ഏറ്റവും ചേച്ചിനെ മനോഹരമായിട്ട് പിക്ക് ചെയ്തുകൊണ്ട് ഭയങ്കര ഒരു അഭിപ്രായം അല്ലേ? ഞാൻ ചേച്ചി പോലും പ്രതീക്ഷിച്ചായിരുന്നു റിയാസിന്റെ ഒരു ആക്ട് ഇത്രത്തോളം ഇങ്ങനെ ചെയ്യൂന്ന്. ഞാനല്ലേ റിയാസിനെ ഒരുക്കി കൊടുത്തത്. ചേച്ചി പറയുന്നുണ്ട്, എന്റെ "എടാ, ഡ്രസ് ഇങ്ങനെ കാണിക്കുക." ഞാന് സാരി ശരിക്കും പറഞ്ഞാൽ അവന് പിന്നെ ഭയങ്കര ബോഡി കോൺഷ്യസ് ആയിട്ട് അവനൊരു ബനിയൻ ഇട്ടിട്ട് അതിന്റെ പുറത്താണ് ബ്ലൗസ്. ഞാൻ പറഞ്ഞ അത് പറ്റില്ല എന്ന് കണ്ട് ഞാൻ അവനെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഞാനായിട്ട് ഒരുക്കി കൊണ്ടുവന്നത്. എന്നിട്ട് ഞാനാണ് ഏറ്റവും തല അറിഞ്ഞ് ചിരിച്ചിട്ടുള്ളത്. അതൊക്കെ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് ഞാനാണ്. സാരി ഞാൻ ഇങ്ങനെയല്ല ഉടുക്കാറ്. നീ ഇങ്ങനെ കൊടുക്ക്, എന്റെ മാല ഇട്ട് പൊട്ട് തൊട്ട് മുടി കെട്ടി കൊടുത്ത് എല്ലാം ചെയ്തത് ഞാനല്ലേ. ഞാൻ അവൻ വന്നു കണ്ടിട്ട് എന്നെ ഭയങ്കരമായിട്ട് കാരണം ഞാൻ ഈ ഇങ്ങനത്തെ ട്രോൾസും ഇതൊക്കെ ആസ്വദിക്കുന്ന ആളാണ് സത്യത്തില്. നമ്മള് ഒരാളെ വിഷമിപ്പിക്കരുതെന്നേ ഉള്ളൂ. തമാശക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാന്നുള്ളതല്ല. അവൻ നന്നായി ചെയ്തു അത് ഞാൻ ഇപ്പോഴും ഇരുന്ന് കാണാറുണ്ട്, ആ വീഡിയോ ഒക്കെ കാണാറുണ്ട്. അതിലൊന്നും എനിക്ക് ഒരു ഇതും തോന്നാറില്ല. ഇപ്പം ചേച്ചിയുടെ സീസണിലെ കോണ്ടസ്റ്റന്റ് ആരായിട്ടാ കോണ്ടാക്ട് ഉള്ള ചേച്ചി? റോബിനുമായിട്ട് മാത്രം. അത് ഞാൻ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടെ എനിക്ക് വേറെ ആരും, പിന്നെ ധന്യായിട്ടും ഉണ്ട് കേട്ടോ. ധന്യ പിന്നെ ഞങ്ങൾ കൊളീഗ്സ് ആണല്ലോ. മാത്രല്ല ധന്യ പിന്നെ എന്താ പറയാ, ധന്യ നല്ലതാണ്. ധന്യായിട്ട് എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. റോബിൻ ചേട്ടന്റെ കല്യാണത്തിനൊക്കെ എന്നെ മാത്രമേ വിളിച്ചുള്ളൂ. റോബിന്റെ അടുത്ത് ആ സ്നേഹം ഉണ്ടാവും ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഇപ്പൊ അവര് കൊച്ചിയിലേക്ക് കൊച്ചിയിലാണ്. ഇടയ്ക്ക് വിളിക്കും, സംസാരിക്കും, ഞങ്ങള് കാണാറുണ്ട്. ഇൻഡസ്ട്രി മൊത്തം എന്താ റോബിന്റെ ചേച്ചിയാണ്. അതെ അതെ അതെ, എനിക്ക് അന്ന് പറയുന്നതും ഭയങ്കര അഭിമാനമാണ്. ഞാൻ റോബിന്റെ ചേച്ചിയാണ് അല്ലെങ്കിൽ റോബിൻ എന്റെ അനിയനാണ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതെ.